നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടെക്സ്മോ ഇൻഡസ്ട്രീസിന്റെ ടാറോ പമ്പുകൾ, പണിമുടക്കില്ലാത്ത പമ്പിംഗ്, വാറന്റിയോടൊപ്പം മികവുറ്റ സർവീസ് പരിരക്ഷയും. അംഗീകൃത വിതരണക്കാർ കൊല്ലംകുടി ആഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, കട്ടപ്പന, അണക്കര, അൻരാജാക്കാട്. ടെക്സ്മോയുടെ ടാറോ പമ്പിന് 1 അല്ല 2 വർഷമാ വാറണ്ടി. സംസ്ഥാനത്തും ജില്ലയിലും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. ജില്ലയിൽ 802 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്നെന്ന് കളക്ടർ H. ദിനേശൻ. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പട്ടയ വിതരണം ഊർജിതമാക്കാൻ റവന്യൂ വകുപ്പ്. അർഹരായ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് റവന്യൂ മന്ത്രി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്ന ക്രമക്കേടിനെ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചു. പദ്ധതി നടത്തിപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലയിലെ കർഷകർക്കും വ്യാപാരികൾക്കും ആശ്വാസമായി മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു. കടകൾ തുറക്കുക ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തും ജില്ലയിലും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. 29,803 പേർക്കാണ് പുതിയതായി സംസ്ഥാനത്ത് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. ജില്ലയിൽ പുതിയതായി 802 പേർക്കാണ് രോഗബാധ കണ്ടെത്തിയത്. ഇടുക്കി ജില്ലയിൽ 802 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 768 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 9 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 5 ആരോഗ്യ പ്രവർത്തകർക്കും ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചു. ഉപ്പുതറയിൽ 70 പേർക്കും, വണ്ടൻമേട്ടിൽ 59 പേർക്കും, തൊടുപുഴയിലും ചക്കവള്ളത്തും 41 പേർക്ക് വീതവും, ഉടുമ്പൻചോലയിൽ 37 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 1266 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 10,028 പേരാണ് ജില്ലയിൽ ഇനി ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 29,803 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ, 5,315 പേർ. പാലക്കാട്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ 3,000-ന് മുകളിൽ ആളുകൾക്കും, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ 2,000-ന് മുകളിൽ ആളുകൾക്കും, കോഴിക്കോട്, കോട്ടയം, കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിൽ 1,000-ന് മുകളിൽ ആളുകൾക്കും രോഗബാധ സ്ഥിരീകരിച്ചു. കാസർഗോഡ് 602, വയനാട് 411 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്കുകൾ. രോഗം സ്ഥിരീകരിച്ചവരിൽ 202 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 27,502 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 2,005 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 33,397 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 2,55,406 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. 21,32,071 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. തോട്ടം മേഖലയിൽ കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിച്ചാൽ ലോക്ഡൌണിൽ നിന്ന് ഒഴിവാകാമെന്ന് ജില്ലാ കളക്ടർ H. ദിനേശൻ. ജില്ലയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞിട്ടുണ്ട്. ലോക്ഡൌൺ ഫലപ്രദമായെന്നാണ് ഇത് കാണിക്കുന്നതെന്നും കളക്ടർ പറഞ്ഞു. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3 ദിവസത്തെ ശരാശരിയായ 17.6 നിന്നും 16.1 കുറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ല സംസ്ഥാന തലത്തിൽ 13ാം സ്ഥാനത്താണ് ഇപ്പോൾ. തോട്ടം മേഖലയിലാണ് ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഉപജീവന മാർഗമായ തോട്ടം മേഖലയെ സർക്കാർ ലോക്ഡൌണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തോട്ടം മേഖലയായ ഏലപ്പാറ, കുമളി, പള്ളിവാസൽ, മൂന്നാർ, ദേവികുളം എന്നീ പഞ്ചായത്തുകളിൽ കോവിഡ് രോഗവ്യാപനം കൂടുതലാണ്. തോട്ടം മേഖലയിൽ കമ്പനി അധികൃതരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തി പ്രതിരോധ പ്രവർത്തനം നടത്തുന്നുണ്ട്. ജനങ്ങളുടെ സഹകരണം കൂടി ഉണ്ടായാൽ മാത്രമേ കോവിഡ് വ്യാപനം ലോക്ഡൌണിലൂടെ കുറച്ചത് ജില്ലയിൽ നിലനിർത്താൻ കഴിയൂ. കണ്ടെയ്ൻമെന്റ് സോണിൽ നിയന്ത്രണം കർശനമായി തുടരുന്നുണ്ട്. എല്ലാവരും കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിച്ചാൽ ലോക്ഡൌണിൽ നിന്ന് അധികം താമസിക്കാതെ ഒഴിവാകാൻ കഴിയുമെന്നും ജില്ലാ കളക്ടർ H. ദിനേശൻ ഓർമ്മിപ്പിച്ചു. മഴയ്ക്ക് മുൻപ് അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് മാറുക എന്ന നിരവധി പേരുടെ സ്വപ്നങ്ങളാണ് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ പാതിവഴിയിൽ മുടക്കിയത്. വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ അടച്ചുറപ്പില്ലാത്ത ഷെഡുകളിലോ വാടക വീടുകളിലോ കഴിയാനാണ് പലരുടെയും വിധി. മഴയെയും കാറ്റിനെയും പേടിക്കാതെ വാടക വീടിന്റെ പ്രാരാബ്ദങ്ങളില്ലാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയണമെന്നത് നെടുങ്കണ്ടം കോമ്പയാർ സ്വദേശിയായ റോയിയുടെ വലിയ സ്വപ്നമാണ്. ലൈഫിൽ വീട് അനുവദിച്ചതോടെ വരുന്ന മഴക്കാലം ദുരിതകാലമാവില്ലെന്ന ഉറപ്പിലായിരുന്നു കുടുംബം. എന്നാൽ കോവിഡും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളും വീടിന്റെ നിർമ്മാണം പാതിവഴിയിൽ മുടക്കി. ലോക്ക്ഡൌൺ പിന്നെ ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം വന്നപ്പോഴത്തേന്
നമുക്ക് മെറ്റീരിയൽസിന്റെ കിട്ടാതെ വന്നു. പിന്നെ പണിക്കാര് അതിന്റെ ഒരു അഭാവമൊക്കെ വന്നപ്പോൾ അതിന്റെ ഒരു താമസമുണ്ട്. പക്ഷേ സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു ഇളവുകൾ കൊടുത്ത് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം മഴയ്ക്ക് മുമ്പ് തന്നെ കയറി താമസിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ഈ ഒരു പ്രതിസന്ധി വന്നതുകൊണ്ട് ഒരു നോർമൽ രീതിയിലേക്കെങ്കിലും അത്ര തന്നെ വന്നില്ലെങ്കിൽ പോലും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിർമ്മാണ മേഖലയ്ക്ക് ഇളവ് നൽകുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മഴക്കാലത്തിന് മുൻപ് ഇനി വീട് പണി പൂർത്തിയാകുമെന്ന പ്രതീക്ഷ ഇവർക്കില്ല. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. മഴക്കാലത്തിന് മുൻപ് വീട് പണി പൂർത്തീകരിക്കാൻ പരിശ്രമിച്ച നിരവധി കുടുംബങ്ങളുണ്ട് ഹൈറേഞ്ചിൽ. മഴ കനത്ത് ആപത്തൊന്നും ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇവർക്കുള്ളത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നു. 2 ക്യാമ്പുകളിലായി 205 പേരിൽ നടത്തിയ പരിശോധനയിൽ 78 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിവേഗ രോഗവ്യാപനമാണ് ഉപ്പുതറയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ 11 പേർക്കും 6-ാം വാർഡിൽ 64 പേർക്കുമാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു വാർഡിലും മറ്റു പഞ്ചായത്തിലുമായിട്ട് 8 പേർക്കും പുതുതായി രോഗം കണ്ടെത്തി. 6-ാം വാർഡിൽ 9 ഏക്കർ കോളനിയിലാണ് 64 പേർ രോഗബാധിതരായുള്ളത്. ഉപ്പുതറ കൃഷിഭവനിൽ 154 പേരിൽ നടത്തിയ പരിശോധനയിലാണ് 64 പേരിൽ രോഗബാധ കണ്ടെത്തിയത്. രോഗം ബാധിച്ചവരിൽ അധികവും ഉപ്പുതറ ടൗണിന് സമീപത്തുള്ളവരായതിനാൽ കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനാൽ ആരോഗ്യവകുപ്പും പ്രതിസന്ധിയിലാണ്. രോഗത്തിന്റെ തീവ്രത ഉയരുന്നതിനാൽ മേഖലയിൽ നിയന്ത്രണം കടുപ്പിക്കേണ്ടി വരുമെന്ന നിഗമനത്തിലാണ് അധികൃതർ. കോവിഡ് പോസിറ്റീവ് നിരക്ക് ഉയരുന്നതിനാൽ ലോക്ഡൌൺ നിയന്ത്രണം കഴിഞ്ഞാലും ഉപ്പുതറയിൽ നിയന്ത്രണം തുടരേണ്ടി വരുമെന്നാണ് പ്രാഥമിക നിഗമനം. പഞ്ചായത്തിന്റെ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനമാണ് ഉപ്പുതറയിൽ രോഗവ്യാപനത്തിന്റെ തോത് ഉയരാനിടയാക്കിയതെന്നും ആരോപണമുയരുന്നുണ്ട്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പട്ടയ വിതരണം ഊർജിതമാക്കാൻ റവന്യൂ വകുപ്പ് നടപടികൾ തുടങ്ങി. റവന്യൂ മന്ത്രി കെ രാജൻ കളക്ടർമാരുമായി നടത്തിയ ആദ്യ യോഗത്തിൽ ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകി. അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മന്ത്രി വ്യക്തമാക്കി. കയ്യേറിയ സർക്കാർ ഭൂമി ഏറ്റെടുത്ത് സംരക്ഷിക്കാനും അർഹരായ ഭൂരഹിതർക്ക് വിതരണം ചെയ്യാനും നടപടികൾ ത്വരിതപ്പെടുത്തണം. ഇതിനായി താലൂക്ക് ലാൻഡ് ബോർഡുകളുടെയും ലാൻഡ് ട്രൈബ്യൂണലുകളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തും. വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കി ജനസൗഹൃദമാക്കും. റവന്യൂ രേഖകളുടെ ഡിജിറ്റലൈസേഷൻ വേഗത്തിൽ പൂർത്തിയാക്കും. ഇതുവഴി പോക്കുവരവ്, ഭൂനികുതി അടക്കൽ തുടങ്ങിയ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കും. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും വെല്ലുവിളിയാണ്. കോവിഡ് ബാധിതർക്ക് പ്രത്യേക ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കണം. PPE കിറ്റുകൾ, മരുന്നുകൾ തുടങ്ങിയവയ്ക്ക് ക്ഷാമമുണ്ടാകാൻ പാടില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുന്നവർക്ക് കോവിഡ് പരിശോധന നടത്തണം. ഭക്ഷ്യസാധനങ്ങൾ ഉറപ്പാക്കണം. സന്നദ്ധ പ്രവർത്തകരുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, ലാൻഡ് റവന്യൂ കമ്മീഷണർ കെ ബിജു എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്ന ക്രമക്കേട് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കട്ടപ്പന BDO ബി ധനേഷ് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. പദ്ധതി നടത്തിപ്പിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും ഇത് കണ്ടെത്താൻ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും റിപ്പോർട്ടിലുണ്ട്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന 5 താൽക്കാലിക ജീവനക്കാരിൽ കുറ്റക്കാരല്ലാത്തവരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ടെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. മെറ്റീരിയൽ വർക്ക് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. എന്നാൽ ഗുരുതരമായ മറ്റ് ആരോപണങ്ങളും ഉള്ളതിനാൽ മറ്റു സാമ്പത്തിക തട്ടിപ്പുകളും രേഖകളിലെ ക്രമക്കേടുകളും കണ്ടെത്താൻ സ്ഥലപരിശോധനകൾ ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. 1 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും UDF-ഉം BJP-യും ഉയർത്തിയ ആവശ്യം ശരിവയ്ക്കുന്നതാണ് റിപ്പോർട്ടിലെ പരാമർശം. പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മാത്രം 2,85,000 രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. കർഷകർക്കും വ്യാപാരികൾക്കും ആശ്വാസമായി മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറന്നു പ്രവർത്തിച്ചു തുടങ്ങി. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് ജില്ലയിലെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുക. ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാത്തത് കർഷകർക്കും വ്യാപാരികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടപെട്ട വ്യാപാര സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 2 ദിവസം തുറന്നു പ്രവർത്തിക്കാൻ നടപടികൾ സ്വീകരിച്ചത്. കടകൾ തുറക്കാതിരുന്നത് പച്ചയേലക്ക, കൊക്കോ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയിലുമായി. ഹൈറേഞ്ചിനെ സംബന്ധിച്ച് നിരവധി പേരാണ് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നത്. ഏകദേശം 15 ദിവസത്തോളമായി നമ്മുടെ ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട്
ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് കൃഷിക്കാർക്കും വ്യാപാരികൾക്കും നല്ലൊരു ബുദ്ധിമുട്ട് വന്നു. കൃഷിക്കാരുടെ കായിക വിളകൾ, അതായത് ഏലം, കുരുമുളക്, ജാതിക്ക, ജാതിപത്രി, കൊട്ടപ്പാക്ക, കൊക്കോ തുടങ്ങിയ സാധനങ്ങൾ വിൽക്കാനും അത് വെച്ചുകൊണ്ടിരുന്നാൽ അത് നശിച്ചു പോകുന്ന രീതിയിലേക്കുമാണ് എത്തിക്കൊണ്ടിരുന്നത്. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സീസൺ സമയത്ത് പോലും വിൽക്കാൻ പറ്റാതെ വന്നു. ഈ പറ്റാതെ വരുമ്പോൾ ഈ സാധനങ്ങൾ മുഴുവൻ നശിച്ചു പോവുകയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റാതെ വരുമ്പോൾ സാമ്പത്തികമായി അവർ തകർന്നു പോവുകയാണ്. വ്യാപാരികളും അതുപോലെ തന്നെയാണ്. വ്യാപാരികൾക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ വില കൊടുത്ത് ഇത്രയും സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ട് അത് വിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ ഇപ്പോഴത്തെ ആദ്യമായി അധികാരമേറ്റ മന്ത്രി റോഷി അഗസ്റ്റിനും എല്ലാം ഉൾപ്പെട്ട് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം കട തുറക്കാം എന്നുള്ള ഒരു ഇതിൽ എത്തിച്ചേരുകയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് 8 തൊട്ട് 5 വരെ പ്രവർത്തിക്കാനുള്ള സമയം നമുക്ക് തരികയും ചെയ്തു. അത് തന്നെ വലിയ ദൈവാനുഗ്രഹമാണ്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്തെങ്കിലും കൃഷിക്കാർക്ക് അവരുടെ സാധനങ്ങൾ കൊണ്ട് കടകൾ കൊടുക്കാനും അവർക്ക് അത്യാവശ്യത്തിന് മരുന്നിനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കുള്ള പൈസ അവർക്ക് കിട്ടുകയും ചെയ്യും. മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചത് കർഷകർക്കും വ്യാപാരികൾക്കും ഒരേപോലെ സഹായകരമായിരിക്കുകയാണ്. ചേലച്ചുവടിൽ ഡോക്ടറെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കീരിത്തോട് സ്വദേശികളായ സന്തോഷ്, സജീഷ് എന്നിവർക്കെതിരെയാണ് കഞ്ഞിക്കുഴി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇസ്രയേലിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ ഭർത്താവാണ് സന്തോഷ്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് നിർദ്ദേശിച്ച് ഡോക്ടറെ കയ്യേറ്റം ചെയ്തെന്ന ആശുപത്രി അധികൃതരുടെ പരാതിയിലാണ് നടപടി. ഉപ്പുതറയിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കണ്ണമ്പടി വാക്കത്തി വരിക്കാനിയിൽ ജിബിനെയാണ് ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയോട് സ്നേഹം നടിച്ചാണ് പീഡനം നടന്നത്. 5 മാസമായി പെൺകുട്ടിയോട് പ്രേമം നടിച്ച പല സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയി യുവാവ് പെൺകുട്ടിയെ നിരവധി തവണ പീഡിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിയുടെ വീട്ടിൽ വെച്ചും വീടിന് സമീപത്ത് വെച്ച് 2 തവണയും പീഡിപ്പിച്ചു. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയെ തുടർന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കിയ ശേഷം പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീഡിയോ കോൺഫറൻസിലൂടെ പ്രതിയെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കി. വണ്ടിപ്പെരിയാർ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 10 ലിറ്റർ വാറ്റ് പിടികൂടി. വണ്ടിപ്പെരിയാർ മ്ലാമല സ്വദേശികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിവന്ന 3 പേരെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മ്ലാമല പൂണ്ടിക്കുളം മാന്തോപ്പിൽ വീട്ടിൽ അനീഷ് കുമാർ, എസ്റ്റേറ്റ് നിലയത്തിൽ താമസിക്കുന്ന വിഷ്ണു, കോട്ടയിൽ വീട്ടിൽ സിബിൻ സെബാസ്റ്റ്യൻ എന്നിവരെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: നമ്മുടെ വണ്ടിപ്പെരിയാർ മേഖലയായ മ്ലാമല, തേങ്ങാക്കൽ ഭാഗങ്ങളിൽ മദ്യം, ഈ വാറ്റുചാരായത്തിൻ്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നതായി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അവരുടെ സ്ക്വാഡ് നമ്മുടെ സ്റ്റേഷൻ പരിസരവും മറ്റ് എല്ലാ സ്റ്റേഷൻ പരിസരവും കേന്ദ്രീകരിച്ച് ശക്തമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ സെർച്ച് നടത്തി വരികയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മുടെ ജില്ലാ നാർക്കോട്ടിക് സെൽ DYSP AG ലാൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് നമ്മുടെ വണ്ടിപ്പെരിയാർ മേഖലയിലുള്ള തേങ്ങാക്കല്ല്, മ്ലാമല ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇന്ന് വ്യാജ മദ്യം 10 ലിറ്റർ വാറ്റുചാരായമായിട്ട് 3 പേരെ നമുക്കിന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏലപ്പാറ ഹെലിബറിയായിൽ നിന്നും മദ്യം വിൽക്കുന്നതിന് മ്ലാമല 4 കണ്ടം പ്രദേശത്തേക്ക് മദ്യം എത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്നും 10 ലിറ്ററോളം വാറ്റുചാരായം പിടിച്ചെടുക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ TD സുനിൽകുമാർ, സബ് ഇൻസ്പെക്ടർമാരായ EP ജോയി, ജമാലുദ്ദീൻ KU, ASI ഷാജി, CPOമാരായ ഷിജു, ഷിബു, ദിനുലാൽ, അജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കട്ടപ്പന പള്ളിക്കവല ഇടുക്കി കവല ബൈപ്പാസ് റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. കട്ടപ്പന ബൈപ്പാസ് റോഡിലെ ഹൌസിംഗ് ബോർഡ് വക 30 സെന്റ് സ്ഥലത്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത്. ടൗണിൽ നിന്നുൾപ്പെടെ ഒഴുകിയെത്തുന്ന വെള്ളം വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നത് ഇവിടെയാണ്. ഇതുമൂലം കൊതുകുകളുടെ ആവാസ കേന്ദ്രമായി ഇവിടം മാറിക്കഴിഞ്ഞിരുന്നു. വൈകുന്നേരമാകുന്നതോടെ ഈ മേഖലയിലെ വീടുകളിൽ കൊതുക് ശല്യം രൂക്ഷമായിരിക്കുകയാണ്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നഗരസഭ ഇടപെട്ട് പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിച്ചിരുന്നു. ഹൌസിംഗ് ബോർഡ് വെള്ളക്കെട്ട് നീക്കം ചെയ്യാത്ത സാഹചര്യത്തിലാണ് നഗരസഭാ കൌൺസിലർ സോണിയ JB പ്രശ്നത്തിലിടപെട്ടത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി JCB ഉപയോഗിച്ച് വെള്ളക്കെട്ട് നീക്കം ചെയ്തു.
റോഡിന്റെ ഇരുവശങ്ങളിലും ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലമാണ്. ഇവിടെ കാടുകൾ വളർന്നു നിൽക്കുന്നതിനാൽ മാലിന്യ നിക്ഷേപവും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുമൂലം പ്രദേശത്തെ കലുങ്ക് അടഞ്ഞുപോകുകയും ചെയ്തിരുന്നു. കലുങ്കിലെ തടസ്സം നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുമെന്നും കൗൺസിലർ പറഞ്ഞു. പ്രദേശവാസികളുടെയും മറ്റു ഉള്ളവരുടെയൊക്കെ പരാതി നമുക്ക് ലഭിച്ചതിനെ തുടർന്ന് നമ്മൾ ഇതിൽ നേരിട്ട് ഇടപെടുകയും ഹൗസിംഗ് ബോർഡിനെ ഇതിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ട് കത്ത് നൽകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെങ്കിൽ അവർക്ക് ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വെള്ളക്കെട്ട് JCB ഉപയോഗിച്ച് പരിഹരിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് കൗൺസിലർ സോണിയ JB, ഹെൽത്ത് ഇൻസ്പെക്ടർ ആറ്റ്ലി P. ജോൺ എന്നിവർ നേതൃത്വം നൽകി. ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് കേസുകൾ കുറഞ്ഞുവരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ 70 കേസുകൾ മാത്രമാണ് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തത്. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനമാണ് നിലവിൽ പഞ്ചായത്തിന് പ്രതിസന്ധിയായിരിക്കുന്നത്. ജില്ലയിൽ കോവിഡ് പ്രതിദിന കേസുകൾ 1000-നടുത്താണ്. ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടും ദിനംപ്രതി സ്ഥിരീകരിക്കുന്ന കോവിഡ് കേസുകൾ മാറ്റമില്ലാതെ തുടരുകയാണ്. കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കോവിഡിനെ പ്രതിരോധിച്ചതോടെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിദിന കേസുകൾ കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ 70 കോവിഡ് കേസുകൾ മാത്രമാണ് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തത്. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനമാണ് ഇപ്പോൾ പഞ്ചായത്തിന് വെല്ലുവിളിയാകുന്നത്. കുടുംബത്തിലെ ഒരംഗത്തിന് രോഗം സ്ഥിരീകരിച്ചാൽ കുടുംബാംഗങ്ങൾ മുഴുവനും സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കോവിഡ് പോസിറ്റീവായ വീട്ടിലെ മറ്റംഗങ്ങളെ ഇരട്ടിയാർ ഡൊമിസിലറി കെയർ സെന്ററിലേക്ക് മാറ്റുമെന്ന് അധികൃതർ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും നമുക്ക് കുറച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ആളുകളുടെ ജാഗ്രതയും അതുപോലെ തന്നെ ഈ പുറത്തിറങ്ങാൻ സർക്കാർ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പാലിക്കുകയും അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സജീവമായ ഇടപെടലും എല്ലാം നമ്മുടെ ഈ കോവിഡ് കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സമീപ ദിവസങ്ങളിലുണ്ടായ മരണങ്ങൾ ഏതാണ്ട് 3 പേരോളം അടുപ്പിച്ച് നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട് മരിക്കാനിടയായിട്ടുണ്ട്. അത് അത്യന്തം ദുഃഖകരമാണ്. പൊതുജനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയാൽ നമുക്ക് ഈ പൂർണ്ണമായും നിയന്ത്രണത്തിലേക്ക് കോവിഡിനെ കൊണ്ടുവരാൻ സാധിക്കും. എല്ലാ പൊതുജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം ഇക്കാര്യത്തിൽ തേടുകയാണ്. ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിലാണ് DCC സെന്റർ പ്രവർത്തിക്കുന്നത്. നിലവിൽ കട്ടിലുകൾക്കോ സൗകര്യങ്ങൾക്കോ അപര്യാപ്തതയില്ല. ഏകദേശം 4000 പേർക്ക് വാക്സിൻ നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. കോവിഡ് വൈറസിനെ ഉന്മൂലനം ചെയ്യും വരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരാനാണ് പഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂളിൽ ഡൊമിസിലറി കെയർ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്നാണ് DCC സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റേറ്റ് മേഖല കേന്ദ്രീകരിച്ച മാനേജ്മെന്റിന്റെ സഹായത്തോടെ വിവിധ സ്ഥലങ്ങളിൽ സെന്റർ പ്രവർത്തനം നടത്തുന്നുണ്ട്. വണ്ടിപ്പെരിയാർ ഫാത്തിമ മാതാ ഹൈസ്കൂളിലാണ് പുതുതായി ഡൊമിസിലറി കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 200 കിടക്കകളുള്ള സെന്ററാണ് സ്കൂളിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഡൊമിസിലറി കെയർ സെന്ററിന്റെ ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT അജിത്, സെക്രട്ടറി SN അജിത്, ഫാദർ ജോസഫ് നെല്ലിമലമറ്റം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, എസ്റ്റേറ്റ് മാനേജ്മെന്റ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്ക് സുരക്ഷാ സാമഗ്രികൾ എത്തിച്ചു നൽകി. NGO യൂണിയൻ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് MA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിപാടിയുടെ ഭാഗമായാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സുരക്ഷയ്ക്കായി സുരക്ഷാ സാമഗ്രികൾ എത്തിച്ചു നൽകിയത്. പരിപാടിയുടെ ഉദ്ഘാടനം NGO യൂണിയൻ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് MA സുരേഷ് നിർവഹിച്ചു. മുൻകാലങ്ങളിലും പ്രളയം വന്ന ഘട്ടത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഘട്ടത്തിലെല്ലാം രാഷ്ട്രീയം മറന്നുകൊണ്ട് രാഷ്ട്രീയവും മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ആ വ്യവസ്ഥകളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോടൊപ്പം കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടൊപ്പം നിൽക്കുന്ന കേരള NGO യൂണിയൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ഈ ഒരു കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് പര്യാപ്തമല്ല എന്നറിയാം, എങ്കിൽ പോലും നമുക്ക് അവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മാസ്കുകൾ, അതുപോലെ തന്നെ ഏപ്രൺ, മറ്റ് പരിശോധനാ ഉപകരണം എന്നുള്ള നിലയ്ക്ക് പൾസ് ഓക്സിമീറ്റർ തുടങ്ങിയ ഒരു പ്രാഥമിക ഘട്ടം എന്നുള്ള നിലയ്ക്ക് കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KB ശ്രീകാന്ത്, ഡോക്ടർ നിതിൻ MS എന്നിവർ ചേർന്ന സുരക്ഷാ സാമഗ്രികൾ ഏറ്റുവാങ്ങി. പൊതുജനാരോഗ്യ വിഭാഗത്തിലുള്ള ആൾക്കാരുടെയും
നല്ല രീതിയിലുള്ള സേവനങ്ങൾക്ക് നല്ല സപ്പോർട്ടുകളുമായിട്ട് നമ്മുടെ മറ്റ് സഹോദര സംഘടനകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയാണ് കേരള NGO യൂണിയൻ. കോവിഡ് മഹാമാരി പിടിമുറുക്കിയ കാലത്ത് നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മാസ്കുകൾ, മറ്റ് പരിശോധനാ ഉപകരണങ്ങൾ എന്നിവയാണ് കൈമാറിയത്. പരിപാടിയിൽ NGO യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ജില്ലാ കൌൺസിൽ അംഗം BJCB തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭ 24-ാം വാർഡ് വള്ളക്കടവ് കടമാക്കുഴിയിൽ കോവിഡ് ആന്റിജൻ പരിശോധന നടന്നു. 151 പേരെയാണ് ക്യാമ്പിൽ പരിശോധിച്ചത്. ഇവരിൽ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. കട്ടപ്പന കടമാക്കുഴിയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ആന്റിജൻ ടെസ്റ്റ് നടത്തിയത്. വള്ളക്കടവ് മേഖലയിൽ കടമാക്കുഴി, തൂങ്കുഴി മേഖലകളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായിരുന്നു. ഇതേ തുടർന്നാണ് കട്ടപ്പന നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സഹകരണത്തോടെ പരിശോധന സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 25ഓളം കേസുകൾ കടമാക്കുഴി കോക്കാട്ടുമല പ്രദേശത്ത് വന്നുകൊണ്ടാണ് ഇത്തരണത്തിലൊരു ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുന്നതിന് തീരുമാനിച്ചത്. ഈ ആൻറ്റിജൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വളരെയധികം കഷ്ടപ്പെട്ടാണ് ആൻറ്റിജൻ കിറ്റിൻ്റെ ലഭ്യത കുറവുള്ള ഈ സമയത്തും ഇത്തരമൊരു ആൻറ്റിജൻ ടെസ്റ്റ് നടത്താനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 150ഓളം ആളുകളെ ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 25ഓളം കേസുകൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. പരിപൂർണമായി ഇവിടെ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കേസുകൾ കുറഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ വള്ളക്കടവ് മേഖലയിൽ നിരവധി പേർക്കാണ് രോഗം കണ്ടെത്തിയത്. വള്ളക്കടവിലും തൂങ്കുഴിയിലും മുൻപുള്ളതിനേക്കാൾ രോഗവ്യാപനം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് പരിശോധന നടത്തുവാൻ നഗരസഭ തീരുമാനിച്ചത്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച സമയം ക്രമീകരിച്ചായിരുന്നു പരിശോധന. ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വണ്ടിപ്പെരിയാർ ടീം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നടത്തിവരുന്നത്. പ്രധാനമായും രോഗികൾക്ക് ആവശ്യമുള്ള യാത്രാ സൗകര്യവും ഭക്ഷണവും ഇവർ എത്തിച്ചു നൽകും. മുഴുവൻ പ്രവർത്തകരും ഒത്തൊരുമിച്ചാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കൂട്ടായ പ്രവർത്തനം ഏതൊരു മഹാമാരിയെയും തുടച്ചു നീക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ് ടീം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കോവിഡ് ബാധിതർക്ക് ആശ്വാസമായ വിവിധ പദ്ധതികളാണ് ഇവർ നടത്തിവരുന്നതും. 1/2 ഡസനോളം വാഹനങ്ങളാണ് തികച്ചും സൗജന്യമായി സേവന രംഗത്തുള്ളത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കഴിയുന്ന 75ഓളം കോവിഡ് രോഗികൾക്കും മറ്റുമായി ഭക്ഷണപ്പൊതികൾ എത്തിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം ക്യാൻസർ ബാധിതർ ഉൾപ്പെടെയുള്ളവർക്ക് മരുന്നുകളും എത്തിച്ചു നൽകുന്നു. പ്രവർത്തനങ്ങൾക്ക് DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനടത്ത, കേരള NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഉദയസൂര്യൻ, DCC മെമ്പർമാരായ ഷാജി കുരിശുമൂട്, റോയി ജോസഫ്, KA സിദ്ദിഖ്, മണ്ഡലം പ്രസിഡന്റുമാരായ K ഉദയകുമാർ, ബാബു ആൻഡപ്പൻ, M ഗണേശൻ, ഷാൻ അരുവിപ്ലക്കൽ, N മഹേഷ്, N ഷാൻ, നിജീബ് തേക്കിങ്കാട്ടിൽ, റിനു നെല്ലിമല തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കോവിഡ് രോഗികൾക്കായുള്ള ഭക്ഷണശാല വണ്ടിപ്പെരിയാർ 62-ാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ നമ്പൂതിരി ഭക്ഷണശാലയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഇനിയും മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരു വലിയ പ്രളയം അല്ലെങ്കിൽ വലിയൊരു കാറ്റ് അതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് സേവാഭാരതി ഇപ്പൊ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിങ്ങൾ സജ്ജരായിരിക്കുക. മിഷൻ വാള് അതുപോലെ തന്നെ വടം പോലെയുള്ള സാധനങ്ങൾ കരുതിക്കൊണ്ട് ഇനി ഒരു വലിയൊരു പ്രളയത്തെ നമുക്ക് വരികയാണെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അതിജീവിക്കാൻ നമ്മുടെ പ്രവർത്തകർ സന്നദ്ധരാകാൻ പറഞ്ഞുകൊണ്ട് സേവാഭാരതി അതിന് മുമ്പേ തന്നെ തയ്യാറാകാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സേവാഭാരതി സമൂഹം മുഴുവൻ, സമാജം മുഴുവൻ സേവന പ്രവർത്തനത്തിനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മുടെ ഈ 62-ൽ നടക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും അവിടെ ജാതി, വർണ്ണ, വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ വിഭാഗം ആൾക്കാർക്കും ആശ്രയമായി, താങ്ങായി, തണലായി, ഒപ്പം കൂടെ ചേർത്ത് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ചേർത്ത് പിടിക്കുവാനായിട്ട് സേവാഭാരതിക്ക് സാധിക്കണം. കോവിഡ് രോഗത്താൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായിട്ടാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഭക്ഷണശാല ആരംഭിച്ചത്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കൂടാതെ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ എന്നിവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സേവാഭാരതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷണശാലയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ 62-ാം മൈലിൽ നടന്ന പരിപാടിയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ P നമ്പൂതിരി ഭക്ഷണശാലയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ സേവാഭാരതി യൂണിറ്റ് ഭാരവാഹി അനിൽകുമാർ, വാർഡ് മെമ്പർ S അയ്യപ്പദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. KSTA കട്ടപ്പന സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പൾസ് ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്തു. നഗരസഭാ അധ്യക്ഷ ബീന ജോബി,
താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KB ശ്രീകാന്ത് എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്ന ഘട്ടം മുതൽ സേവന പ്രവർത്തനങ്ങളുമായി മുൻപന്തിയിൽ നിന്ന സംഘടനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്കൂൾ അധ്യാപക സംഘടനയായ KSTA. വീടുകളിലും ആശുപത്രികളിലും ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് ഏറെ അത്യാവശ്യമായ ഉപകരണമാണ് ഓക്സിജൻ നില പരിശോധിക്കുന്ന പൾസ് ഓക്സിമീറ്റർ. ഈ സാഹചര്യത്തിലാണ് സംഘടന സംസ്ഥാനത്തുടനീളം സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് 1 കോടി രൂപയോളം ചെലവഴിച്ച് പൾസ് ഓക്സിമീറ്ററുകൾ നൽകുന്നത്. പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ഓക്സിമീറ്ററുകൾ നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബിയുടെ സാന്നിധ്യത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KB ശ്രീകാന്ത് ഏറ്റുവാങ്ങി. സാഹചര്യത്തിൽ അവസരോചിതമായി പെരുമാറിയ KST ടീച്ചേഴ്സ് സംഘടനയോട് അത്യധികം നന്ദി പറയുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ കോവിഡ് മഹാമാരിയിൽ എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പൾസ് മീറ്റർ വേണമെന്നുള്ളൊരു ആവശ്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന സമയത്താണ് ടീച്ചറൊക്കെ ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തത്. അതിന് ഈ മുനിസിപ്പാലിറ്റിയുടെ നാമത്തിലും താലൂക്ക് ആശുപത്രിയുടെ നാമത്തിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ നാമത്തിലും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നീങ്ങുന്നു. കട്ടപ്പനയ്ക്ക് പുറമെ സബ് ജില്ലയിൽ ഉൾപ്പെടുന്ന മറ്റ് പഞ്ചായത്തുകളിലെ ആശുപത്രികളിലും ഓക്സിമീറ്ററുകൾ നൽകി. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി NV ഗിരിജാകുമാരി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം G അമ്പിളി, സബ് ജില്ലാ പ്രസിഡന്റ് അരുൺകുമാർ ദാസ്, PB ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫ്രാൻസിസ്, ഡോക്ടർ നിതിൻ MS എന്നിവരും വിതരണോദ്ഘാടനത്തിൽ പങ്കെടുത്തു. CPM കട്ടപ്പന സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കട്ടപ്പന താലൂക്ക് ആശുപത്രി ശുചീകരിച്ചു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് CPM കട്ടപ്പന സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രി ശുചീകരിച്ചത്. സംസ്ഥാനതലത്തിൽ സർക്കാരിന്റെ ശുചിത്വ പ്രചരണത്തിന്റെ ഭാഗമായി സാംക്രമിക രോഗങ്ങൾ തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ബഹുമാന്യരായ ഡോക്ടർമാരുടെയും കൂടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ സൂപ്രണ്ടും ഡോക്ടർ ശ്രീകാന്തും ഡോക്ടർ നിതിൻ ഡോക്ടറും എല്ലാം ആവശ്യപ്പെട്ടതിന് പ്രകാരം CPMന്റെ പ്രവർത്തകർ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MC ബിജുവിൻ്റെയും ഏരിയ കമ്മിറ്റി അംഗം MC ബിജുവിൻ്റെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലിജോബി ബേബിയുടെയും നേതൃത്വത്തിൽ വിവിധ ബ്രാഞ്ചിലെ പ്രവർത്തകരും നേതാക്കന്മാരും ചേർന്നുകൊണ്ട് താലൂക്ക് ആശുപത്രിയുടെ പരിസരം സൗജന്യമായി ക്ലീൻ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭാ പരിധിയിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ അതിർത്തിയിൽ വരുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കും. പരിപാടികൾക്ക് സൗത്ത് ലോക്കൽ സെക്രട്ടറി ലിജോബി ബേബി, ഏരിയ കമ്മിറ്റി മെമ്പർ MC ബിജു, നഗരസഭാ കൌൺസിലർ ഷിജി തങ്കച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന നഗരസഭയിലെ കല്ലുകുന്ന് വാർഡിൽ ഭക്ഷ്യക്കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകി. വാർഡ് കൌൺസിലർ ധന്യ അനിലിന്റെയും DYFI പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് പ്രവർത്തനം നടന്നത്. കോവിഡ് പോസിറ്റീവായ അംഗങ്ങൾ ഉള്ളിടത്തും ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർക്കുമാണ് കിറ്റുകൾ നൽകിയത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ലോക്ഡൌൺ മെയ് 30 വരെ നീട്ടിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിരവധി വ്യക്തികളാണ് വരുമാന മാർഗങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പ്രതിസന്ധിയെ മറികടക്കാനാണ് കല്ലുകുന്ന് വാർഡിന്റെയും DYFI പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് നൽകിയത്. പ്രദേശത്തെ കോവിഡ് ബാധിതരും നിരീക്ഷണത്തിൽ കഴിയുന്നവരുള്ള വീടുകളിലെ അംഗങ്ങൾക്കുമാണ് ഭക്ഷ്യക്കിറ്റ് നൽകിയത്. 120ഓളം കിറ്റുകളാണ് ഇവർ തയ്യാറാക്കി വീടുകളിൽ എത്തിച്ചത്. ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി നിർവഹിച്ചു. നമ്മുടെ ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും വളരെയധികം ജനങ്ങളുടെ നല്ല കൂട്ടായ്മ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ CPIMന്റെ നേതൃത്വത്തിലും കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കിറ്റ് സമാഹരിച്ചിട്ടുള്ളത്. ഈ കിറ്റ് സമാഹരിച്ച് അതിന് സഹായിച്ച എല്ലാവരെയും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ നഗരസഭാ കൗൺസിലർ ശ്രീമതി ധന്യ അനിലിനെ കിറ്റ് ഏൽപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. മഹാമാരിയുടെ അവസാനം വരെ സമാന രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് ഇവരുടെ തീരുമാനം. പരിപാടിയിൽ വാർഡ് കൌൺസിലർ ധന്യ അനിൽ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, DYFI പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി. അമ്മയുടെ ഓർമ്മദിനത്തിൽ നിർധനർക്ക് കൈത്താങ്ങാവുകയാണ് പരപ്പ് ഗ്രീൻവീൽസ് ഉടമ ടോം ജോസഫ്. 50ഓളം ഭക്ഷ്യക്കിറ്റുകളാണ് നിർധനരായ കുടുംബങ്ങൾക്ക് ടോം ജോസഫും കുടുംബവും എത്തിച്ചു നൽകിയത്.
അമ്മ എന്നത് സത്യത്തിന്റെയും കാരുണ്യത്തിന്റെയും അതിലപ്പുറം മാതൃത്വത്തിന്റെയും അവസാന പ്രതീകമാണ്. എത്ര അകലെ മാഞ്ഞാലും ആ സ്നേഹം വിദൂരമാകില്ല. തന്റെ അമ്മയുടെ ഓർമ്മദിനം നിർധനർക്ക് കൈത്താങ്ങാകുകയാണ് പരപ്പ് ഗ്രീൻവീൽസ് ഉടമ ടോം ജോസഫ്. ചിന്നാർ ബ്രാഞ്ച് പോസ്റ്റ് മിസ്ട്രസ് ആയിരുന്ന ടോമിന്റെ അമ്മ മോളിക്കുട്ടി തോമസിന്റെ 1ാം ഓർമ്മദിനമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കുടുംബം മാറ്റിവെച്ചത്. എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമായ ഇന്ന് നിർധനായ കുറേ ആൾക്കാർക്ക് ഭക്ഷ്യ കിറ്റുകൾ നൽകിക്കൊണ്ട് ഒരു ആവേശം നടത്തുന്നു. അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ ഉൾപ്പെടെ 1000 രൂപ വില വരുന്ന 50 ഭക്ഷ്യക്കിറ്റുകളാണ് ടോം പ്രതികൂല സാഹചര്യങ്ങളാൽ വിശപ്പടക്കാൻ മാർഗമില്ലാത്ത നിർധനർക്ക് നൽകിയത്. സുഹൃത്തുക്കളുടെ സഹകരണത്തോടെ അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, ഏലപ്പാറ പഞ്ചായത്തുകളിലെ അർഹരായ പാവപ്പെട്ടവരെ കണ്ടെത്തി കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകുകയായിരുന്നു. എല്ലാ വർഷവും അമ്മയുടെ ഓർമ്മദിനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കാനാണ് ടോമിന്റെ തീരുമാനം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട. ഹൈറേഞ്ചിലെങ്ങും ചക്കകൾ കായ്ച്ചു തുടങ്ങി. ചക്കകളാൽ നിറഞ്ഞു നിൽക്കുന്ന പ്ലാവുകൾ ജില്ലയിലെങ്ങും കാണാം. ഒരു ഞെടിപ്പിൽ കായ്ച്ചു നിൽക്കുന്ന 7 ചക്കകൾ കാഴ്ചയ്ക്ക് വ്യത്യസ്തമാവുകയാണ്. വലിയ തോവാള മാനാംതടം പാലത്തിന് സമീപം ഇരട്ടിയാർ കാറ്റാടിക്കവലിക്ക് തിരിയാനായി ഒരു ബൈപ്പാസ് ഉണ്ട്. ഈ വഴി പോയാൽ ഒരു ഞെടുപ്പിൽ 7 ചക്കകളുമായി നിൽക്കുന്ന ഒരു പ്ലാവ് കാണാം. ശിഖരങ്ങൾ ചിലത് ഈ പ്ലാവിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ടു. ഇലക്കൊഴുപ്പുള്ള പ്ലാവായതിനാൽ പുതിയ ശിഖരങ്ങൾ വേഗത്തിൽ വളരുമെന്നതാണ് ഇതിന് കാരണം. മണ്ണിനടിയിലെ ജലത്തിന്റെ സാന്നിധ്യമാണ് ഇലക്കൊഴുപ്പിന് കാരണം. മരങ്ങളുടെ വേരുകൾ ആഴത്തിൽ വളരാൻ ജലസാന്നിധ്യം സഹായിക്കും. കുടിയേറ്റ കാലത്ത് കർഷകർ ഹൈറേഞ്ചിലെത്തിയപ്പോൾ നട്ട തൈകളാണ് ഇപ്പോൾ വലിയ പ്ലാവുകളായത്. ചക്ക ഹൈറേഞ്ചിന്റെ ഇഷ്ടവിഭവമായ കഥകൾ പ്രദേശവാസിയായ തോമസ് മത്തായി പറഞ്ഞു തരും. 1958 വർഷത്തിലാണ് ഈ പ്ലാവ് ഇവിടെ വെക്കുന്നത്. അത് അതിൽ ഒരു 5 കൊല്ലം 6 കൊല്ലം ആയപ്പോഴത്തേന് പ്ലാവ് കായ്ച്ചു. 5 കൊല്ലം അതിനു മുമ്പ് കായ്ച്ചു പ്ലാവ്. അത് നല്ല വരിക്കപ്പിലാവാണ്, നല്ല ചക്കയാണ്. പലരും ഇതിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വേവിച്ച് ആഹാരമായിട്ട് കഴിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതെല്ലാവർക്കും താല്പര്യമുണ്ട്. അങ്ങനെ അതല്ലാതെ ഔഷധങ്ങളെ പറ്റി കൂടുതലൊന്നും നമുക്കതേപ്പറ്റി അറിയത്തില്ല. ചക്ക കൊണ്ട് നിർമ്മിക്കുന്ന നിരവധി വിഭവങ്ങൾ ഇക്കാലത്ത് ലഭ്യമാണ്. നിരവധി ഔഷധ ഗുണങ്ങളും ചക്കയ്ക്കുണ്ട്. ഒരു ഞെടിപ്പിലെ 7 ചക്കയ്ക്കപ്പുറം നിറയെ കായ്കൾ നൽകുന്ന ചക്കകൾ ഹൈറേഞ്ചിൽ എങ്ങുമുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടെക്സ്മോ ഇൻഡസ്ട്രീസിന്റെ ടാറോ പമ്പുകൾ, പണിമുടക്കില്ലാത്ത പമ്പിംഗ്, വാറന്റിയോടൊപ്പം മികവുറ്റ സർവീസ് പരിരക്ഷയും. അംഗീകൃത വിതരണക്കാർ കൊല്ലംകുടി ആഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, കട്ടപ്പന, അണക്കര ആൻഡ് രാജാക്കാട്. ടെക്സ്മോയുടെ ടാറോ പമ്പിന് 1 അല്ല 2 വർഷമാ വാറണ്ടി. സംസ്ഥാനത്തും ജില്ലയിലും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. ജില്ലയിൽ 802 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്നെന്ന് കളക്ടർ എച്ച് ദിനേശൻ. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പട്ടയ വിതരണം ഊർജിതമാക്കാൻ റവന്യൂ വകുപ്പ്. അർഹരായ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് റവന്യൂ മന്ത്രി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്ന ക്രമക്കേടിനെ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചു. പദ്ധതി നടത്തിപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലയിലെ കർഷകർക്കും വ്യാപാരികൾക്കും ആശ്വാസമായി മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു. കടകൾ തുറക്കുക ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.